ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ ഗുണ്ടയായി മാറാനുള്ള ശ്രമമാണല്ലോ മമതാ ബാനർജി നടത്തുന്നത്. കാരണം ED പോലും കേന്ദ്ര ഏജൻസികളെ പോലും തടയുന്ന ഒരു രീതിയിലേക്ക് അവർ കടന്നു. എന്തായാലും അതിൽ കൃത്യമായി സുപ്രീം കോടതി ഇടപെടുന്നുണ്ടല്ലോ. ഇത് ജനങ്ങൾ കാണുമ്പോൾ ഒരു രാഷ്ട്രീയമായ തിരിച്ചടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ? ഈ ശ്രീ സൂചിപ്പിച്ചല്ലോ ഈ ഗുണ്ടാണെന്ന്. അവർ ശരിക്കും പറഞ്ഞൊരു ഗുണ്ടയാണ്. അത് നമ്മൾ കണ്ടത് ഈ മാസം 8-9 തീയതികളിൽ കൽക്കത്തയിൽ ഐപാക്ക് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഓഫീസ്. ഐപാക്ക് എന്ന് പറയുന്നത് പ്രതീക് ജെയിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്ഥാപനമാണ്. ഈ ഐപാക്കാണ് മമതാ ബാനർജിക്ക് വേണ്ടിയുള്ള ഇലക്ഷൻ തന്ത്രങ്ങൾ തയ്യാറാക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇലക്ഷൻ തന്ത്രങ്ങൾ മാത്രമല്ല, മമതയ്ക്ക് വേണ്ട പല തന്ത്രങ്ങളും തയ്യാറാക്കുന്നത് പ്രതീക് ജെയിനാണ് എന്ന് ഒരു സംസാരം പൊതുവെ രാഷ്ട്രീയ വൃത്തങ്ങളിലുണ്ട്. മാത്രമല്ല, ഇവരുടെ അഴിമതിയെല്ലാം ഏകോപിപ്പിക്കാനുള്ള ചുമതലയും ഈ സ്ഥാപനം ചെയ്യുന്നു എന്നാണ് പൊതുവെയുള്ള കേട്ടുകേൾവി. അപ്പോൾ 8-ാം തീയതി ഈ കിട്ടിയ പരാതി അടിസ്ഥാനത്തിൽ വ്യാപകമായി ഈ കോൾ സ്കാം, കൽക്കരി ബന്ധപ്പെട്ട അഴിമതിയായിട്ട് ബന്ധപ്പെട്ട ഫയൽ, അതിൻ്റെ ഒരു പരാതി EDക്ക് കിട്ടി. അതിൻ്റെ അന്വേഷണത്തിൽ ബന്ധപ്പെട്ടാണ് ED ഉദ്യോഗസ്ഥർ ഐപാക്കിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം ഈ ED ഉദ്യോഗസ്ഥർ റെഡി ആവുന്ന സമയത്ത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഈ തെരുവ് ഗുണ്ടയെ പോലെ നേരെ വണ്ടിയിൽ വന്ന് ആ ഓഫീസിൽ കയറി, ആ ഓഫീസിൽ അവിടുത്തെ ജീവനക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ഐപാക്കിൻ്റെ ഓഫീസിൽ കയറി അവിടെ ഇരുന്ന ഫയലുകളെല്ലാം എടുത്ത്, നമ്മൾ ആ ചിത്രം കണ്ടൊരു പച്ച ഫയലൊക്കെ ഒരു പിടിച്ചെന്ന് വലിയ വർത്തമാനമൊക്കെ പറയുന്നത്. ഒപ്പം കൂടുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് സർവ്വ ഫയലുകൾ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് അവിടെ നട്ടാസൊക്കെ കാണിച്ചിട്ട് ED ഉദ്യോഗസ്ഥരെ ഈ പോലീസിനെ കൊണ്ട് തല്ലുകയും അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഇത് ഇന്ത്യയുടെ ഡെമോക്രസിയിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. ഇവർ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സ്ത്രീയല്ലേ, ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു ഭരണഘടന പദവി വഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഭരണഘടന പദവി വഹിക്കുന്ന ആളും ഭരണഘടനയെ ബഹുമാനിക്കണം. ഭരണഘടനാ പ്രകാരം സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസി എന്തെങ്കിലും അന്വേഷണത്തിന് തൻ്റെ സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. ഇനി സഹകരിക്കാൻ കഴിയില്ല, എന്ത് ചെയ്യണം? തൽക്കാലം മാറി നിൽക്കണം. എതിർപ്പുണ്ടെങ്കിൽ അതിനെ അറിയിക്കാൻ വേറെ മാർഗമുണ്ട്. അല്ലാതെ ഈ ഗുണ്ടായുസം കാണിച്ചുകൊണ്ട് നേരെ ഇറങ്ങി വന്ന് ഏജൻസിയിൽ അടിച്ചോടിക്കുക, ഫയൽ എടുത്തുകൊണ്ട് പോകുക എന്നൊക്കെ പറയുന്നത് ശുദ്ധ ക്രിമിനലിസമാണ്. ആക്ച്വലി അവർ ചെയ്യുന്ന ക്രിമിനൽ ഒഫൻസാണ് അവർ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഇവർ കരുതിയെന്ന് പറഞ്ഞാൽ EDക്കെതിരെ ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് അനുകൂലമായി കോടതി വിധി ഉണ്ടാവുമെന്നായിരുന്നു അവർ ധരിച്ചു വെച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് EDക്കെതിരെ FIR കൊൽക്കത്ത പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഈ FIR കോഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ED ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയിലും പോയത്. അപ്പോൾ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഈ രജിസ്റ്റർ ചെയ്യപ്പെട്ട FIR റദ്ദാക്കി. അതായത് EDക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട FIR റദ്ദാക്കുകയും ബംഗാൾ സർക്കാരിന് നോട്ടീസ് അയക്കുകയും ചെയ്തു. അത് അവർക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം കോടതി പറഞ്ഞതെന്താ, ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് രാജ്യത്തെ എല്ലാ ഏജൻസികളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ട ഒരാളാണ്. ഭരണഘടനാപരമായ ഒരു ബാധ്യതയാണ് അവർക്കുള്ളത്. അപ്പോൾ ED അവരുടെ ചുമതല ചെയ്യുന്ന സമയത്ത് അത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ചൊരു നടപടിയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയോ പരിഭവം ഉണ്ടെങ്കിൽ അത് പിന്നീട് ആണ് പറയേണ്ടത്. അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാൻ ആദ്യമുണ്ട്. അവരുടെ ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ടല്ല ഒരു മുഖ്യമന്ത്രി ഒരു സംസ്ഥാനം ഭരിക്കേണ്ടതെന്നുള്ളതിൽ വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് ഈ സ്ത്രീക്കെതിരെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ ഇത് വലിയൊരു ചർച്ച വിഷയമാണ്. മമതാ ബാനർജി പറയുന്നത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ നീക്കമാണ്. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നല്ലോ അന്ന് അമിത്ഷായുടെ ഓഫീസിന് മുന്നിൽ പോലും തൃണമൂൽ MPമാരുടെ സമരമുണ്ടായിരുന്നു. ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള നീക്കമെന്നാണ് മമതാ ബാനർജി അവിടുത്തെ ജനങ്ങളോട് പറയുന്നത്. മമതാ ബാനർജി മാത്രമല്ല, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി ഇത് തന്നെയല്ലേ പറയുന്നത്. ഇവർ കാലങ്ങളായി പാടുന്ന പാട്ടല്ലേ ഇത്. കാരണം ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ നോക്കൂത്തിയാക്കി വെച്ചിരുന്ന UPA ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. അതായത് കള്ളപ്പണ ഇടപാടുകൾ, മണി ലോണ്ടറിങ് അന്വേഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. ഈ UPA ഭരിച്ചിരുന്ന 10 വർഷങ്ങളിലും ഏറ്റവും കൂടുതൽ കള്ളപ്പണം രാജ്യത്ത് നടന്നത് ആ കാലഘട്ടത്തിലാണ്. എത്ര കേസാണെന്ന് ED എടുത്തില്ല. അപ്പോൾ EDക്ക് അന്ന് വേറെ പണിയൊന്നുമില്ലായിരുന്നു. രാവിലെ ഉദ്യോഗസ്ഥർ വിട്ട് അവിടെ നിന്ന് ആഫീസ് ഉറങ്ങാൻ പോകുക എന്നുള്ളതായിരുന്നു. നരേന്ദ്രമോദി അദ്ദേഹത്തിന് അതിന് ശേഷമാണ് ഇങ്ങനൊരു ഈ സ്ഥാപനത്തെ ഈ കള്ളപ്പണം വെട്ടിക്കുന്നവരുടെ അല്ലെങ്കിൽ പണം കുന്നുകൂട്ടുന്നവരെ പിടിക്കാനും ഈ ഏജൻസി എന്ത് ചെയ്ത് സക്രിയമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, അവർ അന്വേഷണം തുടങ്ങി.
അപ്പോൾ ED അന്വേഷിക്കുമ്പോഴത്തേക്ക് സാധാരണ ഇതിലൂടെ പറയുന്ന ഒരു രാഷ്ട്രീയമായ ഒരു ആരോപണമാണ് ഇത് എന്താണ് നമ്മളെ രാഷ്ട്രീയമായി താർക്കാനാണെന്ന്. ഈ പിന്നെ CPM-നെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ TMC-യൊക്കെ രാഷ്ട്രീയം താർത്തിട്ട് എന്ത് നേടാനാണ് BJPക്ക്? അങ്ങനെയൊന്നുമില്ല. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് അഴിമതിരഹിതമായിട്ടുള്ള ഒരു ഭരണമാണ് അവർ തുടക്കം മുതലേ പറയുന്നത്. ഇതുവരെ അങ്ങനെയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് 1 രൂപയുടെ അഴിമതി എവിടെയും കേട്ടിട്ടില്ല കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിട്ട്. മറ്റുള്ളവരെ അഴിമതിച്ച് അനുവദിക്കുകയില്ല എന്നുള്ള നയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ED അവരുടെ നടപടികൾ നിർത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നടപടിയെടുക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് ജനങ്ങൾ ഇതിനെ പ്രതിരോധിക്കുന്നത്, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഗുണ്ടകളാണ്. ബംഗാളിലെ മുഴുവൻ ജനങ്ങളും അല്ലല്ലോ ഇതിന് പിന്നെ അനുകൂലമായിട്ട് പറയുന്നത്. അവരോടൊപ്പം നിൽക്കുന്ന കുറേ പാർട്ടിക്കാർ, കുറേ ഗുണ്ടകളാണ് ഇതിൻ്റെ ജനങ്ങളെന്ന പേരിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ അഴിമതി നടത്തിയിട്ടാണ് നിങ്ങൾ അന്വേഷിക്കാൻ വരുന്നത്. നിങ്ങൾ അഴിമതി നടത്തി നിങ്ങൾ അന്വേഷിച്ച് ആരും വരില്ല, ഒരു ഏജൻസിയും വരില്ല. അപ്പോൾ പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ പിന്നെ ഭരണത്തിൻ്റെ തണലിൽ കോടിക്കണക്കിന് രൂപ നാട്ടുകാരുടെ സേവനത്തിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടി വിനിയോഗിക്കപ്പെടേണ്ട പൈസയാണ്, അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ സ്വത്താണ് ഇവർ കൊള്ളയടിച്ചുകൊണ്ട് ഏതാനും കുടുംബങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നത്. അതിനെയാണ് ED എന്ത് ചെയ്യുന്നത്? ചോദ്യം ചെയ്യുക, അന്വേഷിക്കുകയും ചെയ്യുന്നത്. അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കും ഒരു അധികാരമില്ല, ഒരു മുഖ്യമന്ത്രിക്ക് അധികാരമില്ല എന്നുള്ളതാണ്. പക്ഷേ സുപ്രീം കോടതി ഈ ഒരു പിന്നെ നോട്ടീസ് കൊടുത്തതിൽ കൂടി വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഇനിയും എവിടെയെങ്കിലും കഴിവടത്തുന്ന സമയത്ത് നല്ലൊരു സൂചനയാണ്. കാരണം നിങ്ങൾ പിന്നെ അഴിമതി നടത്തിയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കേസ്, അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യം. പക്ഷേ ഏജൻസിയുടെ പ്രവർത്തനത്തെ നിങ്ങൾ ഒരിക്കലും തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. അല്ല, ഇതെല്ലാം ജനങ്ങളെ സ്വാധീനിക്കുമോ? കാരണം ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. BJP വലിയ പ്രതീക്ഷയാണ്, BJPയെ തടയാൻ കഴിയുമെന്ന് തൃണമൂലും വിചാരിക്കുന്നു. ഒരു മൂന്നാം മുന്നണിയായി കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM മത്സരിക്കുന്നുമുണ്ട്. ഇതെങ്ങനെയായിരിക്കും? ഇത് രാഷ്ട്രീയമായ ഒരു മാറ്റത്തിലേക്ക് പോകുമോ? അല്ല, ഈ ഒരു സംഭവത്തോടുകൂടി പിന്നെ മമതാ ബാനർജി അവരുടെ പരാജയം ഒന്നുകൂടെ ഉറപ്പിച്ചിരിക്കുക. കാരണം നേരത്തെ SIR ബന്ധപ്പെട്ട് തന്നെ ഇവർ അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. കാരണം പിന്നെന്താണ്, അവരെ തോൽപ്പിക്കാനുള്ള ശ്രമമാണ്, വോട്ടേഴ്സിനെ പിന്നെ എന്താണ് പുറത്താക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ആരോപണമുണ്ടാക്കി. പിന്നെ അവർ പറയുന്നു 84 പേര് ഉദ്യോഗസ്ഥന്മാർ SIR ഭാഗമായിട്ട് മരിച്ചു എന്നൊക്കെയുള്ള ഇങ്ങനെ കുറേ കള്ളക്കണക്കുകൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സംഭവത്തോടു കൂടി പിന്നെ വെസ്റ്റ് ബംഗാൾ ജനങ്ങൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും പൊതുവായിട്ട് മനസ്സിലായി ഇവരിൽ എന്തോ കള്ളത്തനം ഉണ്ട് എന്നുള്ളത്. ഇല്ലെങ്കിൽ തന്നെ ഇവരൊന്നും ഈ ഫയൽ കൊടുത്ത്, ഒരു സ്വകാര്യ ആഫീസിൽ പോയി ഇവരെന്തിനാ ഫയൽ കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്ത് അധികാരമാണ് അവർക്കുള്ളത്? ഇത് ഒരു മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റാറ്റസിൽ നിന്ന് വളരെ താഴെ ഇറങ്ങുന്ന ഒരു വൃത്തികെട്ട പരിപാടിയല്ലേ ഇത്? ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും കാണിക്കാത്ത തരത്തിലുള്ള ഏറ്റവും നികൃഷ്ടമായ ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എന്താണ് ഇതിൽ ഇവർ അഴിമതി ശക്തി നടത്തിയിട്ടുണ്ട്, ഇവരെടുത്തുള്ള ഫയലുകളിലൊക്കെ കാര്യങ്ങളെന്തോ ഉണ്ട് എന്നുള്ളത് വ്യക്തമായില്ലേ? അപ്പോൾ സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് ഇനി ഫയലിനെ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇവർ ചെയ്തിരിക്കുന്നതെല്ലാം നേരെ തിരിച്ചുള്ള പണികളാണ്. പിന്നെ FIR ഇടിക്കാനുള്ള റദ്ദാക്കുകയും ഈ എടുത്തുള്ള ഫയലെല്ലാം തിരിച്ചു കൊടുക്കാൻ പറയാൻ ചെയ്യാമെന്ന് പറയുന്നത് ഇവർക്ക് കിട്ടിയ വലിയ തിരിച്ചടിയാണ്. അപ്പോൾ ഇത് വലിയ ചർച്ച ചെയ്യപ്പെടും. വെസ്റ്റ് ബംഗാൾ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ഇവരുടെ ആൾറെഡി ഇവരുടെ പരാജയം ഏതാണ്ട് സുനിശ്ചിതമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ സംഭവം കൂടെ ആയപ്പോൾ ഇവർ വെകുളി പിടിച്ച് നിൽക്കുകയാണ്. കാരണം ഇതിൽ ഇവരുടെ അനന്തരം അഭിഷേക് ബാനർജിയൊക്കെ വിട്ടിട്ടുണ്ട് ഈ കോൾ സ്കാമിൽ, ആ ഫയലുകളൊക്കെയാണ് സംഭവമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന അഭിഷേക് ബാനർജി അടക്കമുള്ള ആളുകൾ ഇതിൽ പ്രതികളാവും, അല്ലെങ്കിൽ നാളെ ജയിലിൽ പോകും എന്നുള്ള ഭീതി അവർക്കുണ്ട്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട രേഖകൾ ഇവരവിടെ വന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇത് പിന്നെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ രംഗത്ത് TMCക്ക് വലിയ തിരിച്ചടിയാണ്. വെസ്റ്റ് ബംഗാളിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ, മെയ് മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും. ഇത് BJPക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം ഈ സംഭവത്തോടെ അവർക്ക് കിട്ടിയിരിക്കുകയാണ്. അവരിതിനെ രാഷ്ട്രീയമായി കത്തിക്കുകയാണ്. ബംഗാൾ മാത്രമല്ല, ദേശീയതലമായിട്ട് അവരിതിനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.